ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 8. ബെന്യാമീന് ആദ്യജാതനായ ബേലയെയും രണ്ടാമനായ അശ്ബേലിനെയും മൂന്നാമനായ അഹ്റഹീനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫയെയും ജനിപ്പിച്ചു. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബീഹൂദ്, അബീഷു, നയമാൻ, അഹോഹ്, ഗേര, ഷെഫൂഫാൻ, ഹൂരാം. യേഹൂദിൻ്റെ പുത്രന്മാർ അവർ ഗേബാ നിവാസികളുടെ പിതൃഭവനങ്ങളുടെ തലവന്മാർ. ഇവരെ മാനഹത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടു. നയമാൻ, അഹിമ, ഗേര എന്നിവരെ അവൻ പിടിച്ചു കൊണ്ടുപോയി. പിന്നെ അവൻ ഹൂസയെയും അഹീഹൂദിനെയും ജനിപ്പിച്ചു. ഷഹരയും തൻ്റെ ഭാര്യമാരായ ഹൂശീമിനെയും ബെയരെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ തൻ്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ്, സിബ്യ, മേശ, മൽക്കാം, യവൂസ്, സാക്യ, മിർമ എന്നിവരെ ജനിപ്പിച്ചു. ഇവരെ അവൻ്റെ പുത്രന്മാരായ പിതൃഭവനങ്ങൾക്ക് തലവാന്മാരായിരുന്നു. ഹുശീമിൽ അവൻ അബിത്തൂബീനെയും എൽപ്പയലിനെയും ജനിപ്പിച്ചു. എൽപ്പയലിൻ്റെ പുത്രന്മാർ ഏബേർ, മിഷാം, ഷേമേർ. ഇവൻ ഓനോയും ലോദും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതും. ബെരീയ, ഷേമ. ഇവർ അയ്യാലോൻ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഗത്ത് നിവാസികളെ ബഹിഷ്കരിച്ചു. അഹ്യേഷാഷക്, യെരേമോത്ത്, സെബദ്യ, അരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെരിയായുടെ പുത്രന്മാർ. ബെദന്യ, മെഷുല്ലാം, സെബദ്യ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മേരായി, ഇസ്ലിയ, യോവാബ് എന്നിവർ എൽപ്പയലിൻ്റെ പുത്രന്മാർ. യാക്കീം, സിക്രി, സബ്ദി, എലിയേനായി, സില്ലേതായി, എലിയേൽ, അദയ, ബെരായ, ഷിമ്രാത്ത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ. യിശ്വാൻ, ഏബേർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനന്യായ്, ഏലാം, അദ്ദുദ്യ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ശാശക്കിൻ്റെ പുത്രന്മാർ. ശംശേരായി, ഷെഹര്യ, അദല്യാം, യാരേഷ്യം, എലിയ, സിക്രി എന്നിവർ യെരോഹാമിൻ്റെ പുത്രന്മാർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ കുടുംബങ്ങൾക്ക് തലവന്മാർ മൃതാനികളുമായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തു. ഗിബെയോനിൽ ഗിബെയോൻ്റെ പിതാവായ യെയീയേലും അവൻ്റെ ഭാര്യയ്ക്ക് മയഖ എന്ന് പേർ. അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ, സൂർ, കീഷ്, ബാൽ, നാദാബ്, ഗെദോർ, അഹ്യോ, സേഖേർ എന്നിവരും വസിച്ചു. മിക്ലോത്ത് ശിമയായെ ജനിപ്പിച്ചു. ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടി യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് നേരെ പാർത്തു. കീശിനെ ജനിപ്പിച്ചു. കീശി ശൗലിനെ ജനിപ്പിച്ചു. ശൗൽ യോനാത്താനെയും
മൽക്കീശുവയെയും അബീനാദാബിനെയും യെശ്ബോലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരീബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീത്തോൻ, മേലേക്ക്, തരേയ, ആഹാസ് യഹോവദ്ദയെ ജനിപ്പിച്ചു. യഹോവത്ത, അലേമെത്ത്, അസ്മാവെത്ത്, സിമ്രി എന്നിവരെ ജനിപ്പിച്ചു. സിമ്രി ഓസയെ ജനിപ്പിച്ചു. സാബിനേയയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രാഫ, അവന്റെ മകൻ ഏലാസ, അവന്റെ മകൻ ആസേൽ. ആസേലിന് 6 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീക്കാം, ബോക്രൂം, ഇഷ്മായേൽ, ശെര്യാ, ഓബേദ്യ, ഹനാൻ. ഇവർ എല്ലാം ആസേലിന്റെ പുത്രന്മാർ. അവന്റെ സഹോദരനായ യേശക്കിന്റെ പുത്രന്മാർ: അവന്റെ ആദ്യജാതൻ ഊലാം, രണ്ടാമൻ യെവൂശ്, മൂന്നാമൻ എലീഫോലേത്ത്. ഊലാമിന്റെ പുത്രന്മാർ വീരന്മാരും വില്ലാളികളുമായിരുന്നു. അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സംഖ്യ 150. അവർ എല്ലാവരും ബെന്യാമീൻ ഗോത്രക്കാർ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.